ശാസ്ത്രലോകത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക കണ്ടെത്തലാണ് അടുത്തിടെ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രഹമായ ഭൂമിയുടെ ഉത്ഭവത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏകദേശം 450 കോടി വർഷം പഴക്കമുള്ള പ്രോട്ടോ എർത്ത്, അതായത് ഭൂമിയുടെ ആദ്യ രൂപത്തിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള തെളിവുകളാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പുരാതന വസ്തുക്കളുടെ കണ്ടുപിടുത്തം ഗ്രഹങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള നിലവിലെ സിദ്ധാന്തങ്ങളെ തിരുത്തി എഴുതാൻ പ്രാപ്തിയുള്ളതാണ്. നിലവിലെ ഭൂമിയുടെ അടിത്തട്ടിൽ, അതായത് അന്തർഭാഗത്ത് ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന നിലയിലാണ് ഈ വസ്തുക്കൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഭൂമിയുടെ ആദിമ രൂപീകരണ ഘട്ടത്തിൽ നിലനിന്നിരുന്ന ഘടനകളുടെ അവശിഷ്ടങ്ങളാണിവ. ഭൂമി രൂപം കൊണ്ടപ്പോൾ കൂടിച്ചേർന്ന പാറകൾ, ലോഹങ്ങൾ, മറ്റ് പദാർത്ഥങ്ങൾ എന്നിവയുടെ യഥാർത്ഥ രാസമുദ്രകളാണ് ഈ മെറ്റീരിയലുകൾ വഹിക്കുന്നത്. ഈ കണ്ടെത്തൽ ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ച നൽകുന്നു. ഈ പുരാതന വസ്തുക്കളുടെ സാന്നിധ്യം ഭൂമി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അതിൻ്റെ ആന്തരിക പാളികൾ എങ്ങനെ വേർതിരിക്കപ്പെട്ടു എന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സഹായിക്കും. ഇതിലുപരിയായി ചന്ദ്രന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള പ്രധാന സിദ്ധാന്തങ്ങളെ വിശകലനം ചെയ്യാനും ഈ തെളിവുകൾ ഉപയോഗപ്രദമാകും. ഭൂമിയും ഒരു വലിയ വസ്തുവും കൂട്ടിയിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചന്ദ്രൻ രൂപപ്പെട്ടത് എന്ന സിദ്ധാന്തത്തിന് ഈ പ്രോട്ടോ എർത്ത് അവശിഷ്ടങ്ങൾ നൽകുന്ന വിവരങ്ങൾ നിർണായകമാണ്. ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ നടന്ന ഈ പഠനം നിലവിലുള്ള ഭീമൻ കൂട്ടിയിടി സിദ്ധാന്തത്തെ, അതായത് ജയന്റ് ഇമ്പാക്ട് തിയറിയെ ചോദ്യം ചെയ്യുന്നു. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ വലുപ്പമുള്ള ഒരു വസ്തുവായ തീയ പ്രോട്ടോ എർത്തിനെ ഇടിക്കുകയും ചന്ദ്രൻ രൂപപ്പെടുകയും ചെയ്തു എന്ന സിദ്ധാന്തമാണ് നിലവിലുള്ളത്. ഈ കൂട്ടിയിടി ഭൂമിയുടെ ഉൾഭാഗത്തെ പൂർണ്ണമായി ഉരുക്കി മാറ്റുകയും രാസപരമായി പുനഃക്രമീകരിക്കുകയും ചെയ്തു എന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഈ പ്രത്യേക രാസമുദ്രയുള്ള പാറകളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ ഉൾഭാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആവരണത്തിൻ്റെ അടിത്തട്ടിലുള്ള മേഖലകൾ ഈ കൂട്ടിയിടിയെ അതിജീവിച്ച് മാറ്റങ്ങളില്ലാതെ കോടിക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടു എന്നതാണ്. പൊട്ടാഷ്യം ഐസോട്ടോപ്പുകളുടെ അളവിൽ, പ്രത്യേകിച്ച് പൊട്ടാഷ്യം 40ൻ്റെ അളവിൽ കണ്ടുപിടിച്ച വൈരുദ്ധ്യമാണ് പഠനത്തിന് ആധാരമായി മാറിയത്. ഭൂമിയിലെ 3 വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പാറ സാമ്പിളുകളാണ് ടീം വിശകലനം ചെയ്തത്. ഗ്രീൻലാൻഡ്, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏറ്റവും പഴക്കമേറിയ പാറകൾ, ഹവായിലെ സജീവ അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ നിന്നുള്ള ലാവ നിക്ഷേപങ്ങൾ എന്നിവ പഠനത്തിനായി ശേഖരിച്ചു. ഐസോടോപ്പിക് വിശകലനത്തിനായി പാറ സാമ്പിളുകൾ പൊടിച്ച് ആസിഡിൽ ലയിപ്പിച്ച് പൊട്ടാഷ്യത്തെ വേർതിരിച്ചു. തേർമൽ അയണൈസേഷൻ മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് പൊട്ടാസ്യത്തിൻ്റെ 3 ഐസോടോപ്പുകളുടെയും അനുപാതങ്ങൾ വളരെ കൃത്യതയോടെ അളന്നു. സാധാരണ പാറകളിൽ നിന്ന് വ്യത്യസ്തമായി പൊട്ടാഷ്യം 40ൻ്റെ അളവിൽ ഒരു ചെറിയ കുറവ് കണ്ടെത്തി. ഈ കുറവ് ഭീമൻ കൂട്ടിയിടിക്ക് ശേഷമുള്ള ഭൂമിയിലെ മറ്റ് ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകളിലൂടെ സംഭവിച്ചതാകാൻ സാധ്യതയില്ല എന്ന് കമ്പ്യൂട്ടർ സിമുലേഷനുകൾ സ്ഥിരീകരിച്ചു. പ്രോട്ടോ എർത്ത് വസ്തുക്കളിൽ കണ്ടെത്തിയ പൊട്ടാഷ്യം ഐസോട്ടോപ്പിൻ്റെ അനുപാതം നിലവിൽ അറിയപ്പെടുന്ന ഒരു ഉൽക്കകളിലെയും ഘടനയുമായി ഒത്തുപോകുന്നുമില്ല. ഇത് സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ യഥാർത്ഥ ബിൽഡിംഗ് ബ്ലോക്കുകൾ സംബന്ധിച്ച നമ്മുടെ അറിവ് അപൂർണമാണ് എന്നതാണ്. കൂടാതെ ഭൂമി കാലക്രമേണ അനുഭവിച്ച മാന്റിലിൻ്റെ ചൂടാക്കലും മിശ്രണവും പോലുള്ള ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകൾ സാമ്പിളുകളിൽ അനുകരിച്ചു. സിമുലേഷനുകളുടെ ഫലമായി ഗ്രീൻലാൻഡ്, കാനഡ, ഹവായ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളെക്കാൾ അല്പം ഉയർന്ന പൊട്ടാഷ്യം 40 അംശമുള്ള ഒരു ഘടനയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഈ ഘടനകൾ ഭൂമിയിൽ നിലവിലുള്ള ആധുനിക വസ്തുക്കളുടെ ഘടനകളുമായി പൊരുത്തപ്പെട്ടു. അതായത് പൊട്ടാഷ്യം 40 കുറവുള്ള വസ്തുക്കൾ പ്രോട്ടോ എർത്തിൽ നിന്ന് അവശേഷിച്ച യഥാർത്ഥ വസ്തുക്കളായിരിക്കാനാണ് സാധ്യത എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ 4.5 ബില്യൺ വർഷം പഴക്കമുള്ള പ്രോട്ടോ എർത്ത് വസ്തുക്കളുടെ ഈ കണ്ടെത്തൽ നമ്മുടെ ഗ്രഹത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ പുസ്തകത്തിലെ ഒരു നിർണായക താളാണ്. ഭൂമിയുടെ ആഴത്തിലുള്ള നിഗൂഢതകളിലേക്കും പ്രപഞ്ച ചരിത്രത്തിലേക്ക് പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് കൂടുതൽ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഈ കണ്ടുപിടുത്തം ഊർജം പകരും.